ഞാൻ ഒന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. അത് ബിസിനസ്സുകാരനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ആരാണെങ്കിലും. ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യത്തിന് VI സിം ഒരെണ്ണെടുത്തു. എൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം തന്നെ എനിക്കൊരു കസ്റ്റമർ വന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. രണ്ടാമതും മൂന്നാമതും വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ കാര്യം ചോദിച്ചത്. അപ്പോൾ അവർ പറയുകയാണ് എൻ്റെ ട്രൂ കോളറിൽ കേരള പോലീസിൻ്റെ ഫോട്ടോയും പേരും വെച്ചിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അവർക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് എന്താ ഒരു ദിവസം മുമ്പെടുത്ത സിമ്മാണ്, എനിക്ക് ട്രൂ കോളറിൽ ഒന്നുമില്ല. സോ ഞാനത് എന്താണെന്ന് അറിയാൻ VIയുടെ സ്റ്റോറി പോയി. അപ്പോഴാണ് അവർ പറയുന്നത് പഴയ ആൾക്കാർ യൂസ് ചെയ്ത സിമ്മ് 90 ദിവസം കട്ടായാൽ നിങ്ങൾക്ക് തരുമെന്ന്. ഇത് ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യത്തിന് എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് എടുത്ത സിമ്മ് പണ്ടേ ഏതൊരാൾ യൂസ് ചെയ്ത് പലരും സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സിമ്മാണ് എനിക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ചോദിക്കാനായിട്ട് ആദ്യം ഒരു വോഡഫോണിൻ്റെ സ്റ്റോറി വന്നു, രണ്ടാമത്തെ സ്ഥലത്ത് വന്നു. ഇനിയിപ്പോൾ എല്ലാവരും അടച്ചിട്ടൊക്കെയാണെന്ന് പറയുന്നത് നമ്മൾ എയർടെലിൻ്റെ സ്റ്റോറി പോയി. രണ്ടും നല്ല വൃത്തിക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പോയത് VIയുടെ സ്റ്റോറിലാണ്. അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ഈ പഴയ സിമ്മ് 90 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്താൽ ഇങ്ങനെ തരുന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു VIയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാൻ. നമ്മൾ വിളിച്ചു. ഈ സ്റ്റോറിലിരിക്കുന്ന ആൾക്കാരെ പക്വത പോലില്ലാത്ത ഏതോ പൊട്ടന്മാരാണ് അവർ ജോലിക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ വോയിസ് ഫുള്ള് കേട്ടിട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ടാവും. എല്ലാവരും കയറി കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും പണിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോ പ്രീ ഓൺഡ് ആയിട്ടുള്ള സിമ്മാണോ നമുക്ക് തരുന്നത്? സാർ അങ്ങനെയല്ല സാർ. ഇപ്പൊ ആര് സിം എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ സാർ ഇപ്പൊ ഈ ഒരു സിം കണ്ടിന്യൂസ് 90 ദിവസത്തേക്ക് സാർ യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കേ. അപ്പൊ യൂസേജ് ഇല്ല എന്നുള്ള ബേസിൽ ഈ ഒരു സിം കട്ടാവും സാർ. ഞാൻ ഇപ്പൊ ഒരു ബിസിനസിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരു ഫോണാണ്. ഞാൻ വിളിക്കുമ്പോ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കേരള പോലീസാന്ന് വെച്ചിട്ട് ലൈക്ക് അവർക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാർ. ബുദ്ധിമുട്ട് നിങ്ങൾ പറയണ്ടേ? ഇപ്പൊ യൂസ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് എടുക്കുമ്പോ പറയണം ഇത് വേറെ ആൾ യൂസ് ചെയ്തിട്ടുള്ള നമ്പറാണ്. നിങ്ങൾക്ക് ഇത് വല്ല ക്രിമിനൽസിന്റെ നമ്പർ ആണെങ്കിലോ അല്ലെങ്കിൽ വല്ല കേസിൽ പെട്ടിട്ടുള്ള നമ്പർ കട്ടായി പോയത് നിങ്ങൾ വരണമെങ്കിൽ ഞാൻ അതിനെ അറിയാം. അതാരെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് കണക്ട്. ഇത് വന്നവരുടെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ലേഡി ആയിരുന്നു. അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. സോ സീനിയർ എക്സിക്യൂട്ടീവിന് കൊടുക്കാൻ പറഞ്ഞു. സീനിയർ എക്സിക്യൂട്ടീവിന് ഇതിന്റെ 10-ൽ 1 അംശം അറിയില്ല. അവൻ വായി തോന്നി പറയാനായിട്ട് ഒന്നുമില്ല. 100 ദിവസം വരെ ഒരാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നമ്പർ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ അറിയണോ ഇത് യൂസ് ചെയ്ത സിമ്മാണെന്നുള്ളത്. ഒരാളുടെ ഐഡന്റിറ്റിയാണ് ആളുടെ നമ്പർ എന്ന് പറയുന്നത്, ഫോൺ നമ്പർ എന്ന് പറയുന്നത്. അത് വേറെ ഒരു വെറും 3 മാസത്തെ ഗ്യാപ്പ് പറയണേ. ആ 3 മാസം ആൾ യൂസ് ചെയ്ത അടുത്ത ആൾ കൊടുക്കുന്ന എങ്ങനെയാണ് സാർ ഒരു നമ്പർ ഐഡന്റിറ്റി ആവുന്നത്? മൊബൈൽ നമ്പർ ചേട്ടന്റെ നമ്പർ ചേട്ടന്റെ ഐഡന്റിറ്റി അല്ല. ചേട്ടനെ വിളിക്കാൻ വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ചേട്ടന്റെ ഫോൺ നമ്പർ? എന്നെ വിളിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് 90 ദിവസം യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ സിമ്മുമായിട്ട് കസ്റ്റമർക്ക് ബന്ധമുണ്ടോ? ചേട്ടൻ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ ആയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ 1 വർഷം വരെ ഒരാളൊരു സിം ഉപയോഗിക്കും, അയാളുടെ നമ്പർ എത്ര സേവ് ചെയ്തിട്ടുണ്ടാവും? അല്ലെങ്കിൽ എത്രയൊക്കെ കാര്യങ്ങൾക്ക് ആ നമ്പർ യൂസ് ചെയ്യുന്നുണ്ടാവും? ആ ഒരു നമ്പർ ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനത്തെ കേസ് ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കാണോ? ഒരിക്കലല്ല സർ, നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. നമ്പർ തരുമ്പോ നിങ്ങൾ ആലോചിക്കണോ? അത് കസ്റ്റമറോട് പറയണോ? അത് മുമ്പ് യൂസ് ചെയ്ത നമ്പർ കട്ട് ചെയ്ത് വന്നിട്ടാണ് സാർ നിങ്ങൾ പറയണോ? അത് സ്റ്റോറിന് പറയേണ്ട കാര്യങ്ങൾ. അത് ആരെ സ്റ്റോർ? എന്റെ സ്റ്റോറാണോ സാറ്? സ്റ്റോർ വഴി എടുത്തതാണ്. സ്റ്റോറിന്റെ ഭാഗത്ത് ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇൻഫോം ഇല്ല. അപ്പൊ അതിന് നമ്പർ തെറ്റായിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് അല്ല നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സിക്യൂട്ടീവിന് കൊടുക്കാന്ന് പറഞ്ഞു. അവനാണെന്നുണ്ടെങ്കിൽ റോങ്, ലൈക്ക് കസ്റ്റമറുടെ അടുത്ത് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകും. അങ്ങനത്തെ ഡീൽ ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന ആളുണ്ടല്ലോ, അതാണ് അവൻ. ഓക്കെ, ട്രൂ കോളർ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. ട്രൂ കോളർ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ് നമുക്കറിയാം. എനിക്കറിയാത്ത കാര്യമല്ല. വോഡഫോണിന്റെ ഞാൻ വിളിക്കുന്നു. സിമ്മിന്റെ പ്രോസസ് അങ്ങനെയാണ് വരിക. ഫ്രഷ് ആയിട്ടുള്ള നമ്പർ കൊടുക്കുന്നില്ല. വോഡഫോൺ പുതിയ ഫ്രഷ് നമ്പറുകൾ കൊടുക്കുന്നില്ല സാർ. അതിന്റെ ഡീറ്റെയിൽസ്, സിമ്മിന്റെ പർച്ചേസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. നമുക്ക് ആക്റ്റീവ് നമ്പറിന്റെ ഡീറ്റെയിൽസ് ആണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക. സാർ സിമ്മിന്റെ പ്രോസസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. വോഡാഫോൺ എന്നല്ല, ഏത് നെറ്റ്വർക്കിൽ മുമ്പ് യൂസ് ചെയ്ത സിം ആണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സിം എടുക്കുമ്പോൾ വേണമെങ്കിൽ ആ നെറ്റ്വർക്കിൽ വേറെ ആൾ പ്രീവിയസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. വേറെ നെറ്റ്വർക്കിന്റെ രാഷ്ട്രീയക്കാരോ ഒരു പാർട്ടിക്കാർക്ക് തെറ്റി, അപ്പൊ മറ്റേ പാർട്ടി ചെയ്തെന്ന് പറയാൻ രാഷ്ട്രീയക്കാരൊന്നല്ലോ. ചേട്ടന്റെ മേലായിരിക്കുമല്ലോ സംസാരിക്കാൻ. അല്ല സാർ, ഇതിൽ കൂടുതൽ കൺസേൺസ് ഉണ്ടെങ്കിൽ സാറിന്റെ കസ്റ്റമർ കെയർ അറ്റ് vodafone.com മെയിൽ ചെയ്യാവുന്നതാണ്. എനിക്ക് ഞാൻ സിം എടുക്കുന്ന എനിക്ക് നിങ്ങളുടെ കസ്റ്റമർ കെയർ സംസാരിക്കുന്നത് എനിക്ക് റെസിവേഷൻ കിട്ടാൻ വേണ്ടിട്ടാ. അതെ, കസ്റ്റമർ കെയറിന്റെ സൈറ്റിലുള്ള ഡീറ്റെയിൽസ് മാക്സിമം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ഇൻഫോർമേഷൻ അല്ല സാർ, ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്റെ കംപ്ലൈന്റ് റെക്ടിഫൈ ഇല്ല. എനിക്ക് വേണ്ടത് ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാമോ? എനിക്ക് 90 ദിവസം യൂസ് ചെയ്ത് അതൊന്നും എനിക്കറിയണ്ട. വേറെ ആൾ യൂസ് ചെയ്ത നമ്പർ എനിക്കാണ്. അതിന്റെ പേരിൽ എനിക്ക് ബിസിനസ് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അതിന് ഞാനിപ്പോ എന്താ ചെയ്യണ്ടത്? അതിൽ വേറെ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത കസ്റ്റമർ പോലെയാണ് കൊടുക്കാൻ പോകുന്നത്. യൂസ് ചെയ്ത നമ്പർ നമ്പറാണല്ലോ.
വലിയ ഉടായ്പിലുള്ള നമ്പറാണ്. നിങ്ങൾ ആ നമ്പർ അടിച്ച ആൾക്ക് കൊടുക്കും. ഓക്കെ, കട്ട് ചെയ്തു. ഞാൻ അടിച്ച ആൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കും. അതെ, അങ്ങനെ വന്നാലും സാർ ഒരിക്കലും അത് ലീഗലി സാറിന് ഇഷ്യൂ പുതിയമായിട്ട് ഫ്രഷ് നമ്പറായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യില്ല. അങ്ങനെ പറയുന്നത് ഇല്ല, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രൊവൈഡ് ചെയ്യില്ല അല്ലെ? അപ്പൊ നിങ്ങൾ ആരും ഇത്രയും സിമ്പിൾ പോലെ യൂസ് ചെയ്ത് സിമ്പിൾ നിങ്ങൾ കൊടുക്കുള്ളൂ അല്ലെ? എന്റെ പേര് ജൂഹിൽ. ഇൻഫോർമേഷൻ ആർക്കും കൊടുക്കില്ല. അത് കൺഫേം അല്ലേ? വേറെ ആർക്കും അങ്ങനെ പുതിയ ഫ്രഷ് ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇൻഫർമേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൊടുക്കില്ല. പ്രൊവൈഡ് ചെയ്യില്ല പറഞ്ഞതിന്റെ അർത്ഥം വേറെ വല്ല അർത്ഥം ഉണ്ടോ? ഇതിൽ എന്നാൽ എക്സിക്യൂട്ട് ഉണ്ടോ? ഓൾറെഡി സാർ കസ്റ്റമർ കെയറിന്റെ സൈഡിൽ നിന്നുള്ള മാക്സിമം ഇൻഫർമേഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടോ? ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യോ സാർ, ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇവരെ കസ്റ്റമർ എക്സിക്യൂട്ടീവിനെ വിളിച്ചാൽ പ്രധാനമന്ത്രിക്ക് ഇല്ലാത്ത തിരക്കന്മാർക്ക്. സാർ ഹോൾഡിൽ വെച്ച് നന്ദി കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് കറന്റ് ചെക്ക് ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ട് കാണിക്കില്ല സാർ. ഒരു എക്സിക്യൂട്ടീവ് ഇല്ല, കറന്റ് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല. അവൈലബിൾ അല്ല അതെല്ലാം നമുക്ക് റെക്കോർഡ് കേൾക്കാം. അവൈലബിൾ ആക്കിപ്പിച്ചിട്ട് നമ്മൾ പോയിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ ട്രാൻസ്ഫർ ചെയ്താലും സാറിന് സെയിം ഇൻഫർമേഷൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. അത് ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ സംസാരിച്ച രീതിയും ബാക്കിയുള്ള സംസാരിക്കുന്ന രീതികളും നമുക്കറിയാം. മനസ്സിലായി? അതുകൊണ്ടാണ് നിങ്ങളുടെ മേലേക്കുള്ള എക്സിക്യൂട്ടീവ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല സാർ. നിങ്ങളുടെ മേലേക്ക് എക്സിക്യൂട്ടീവിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല സാർ. ഇപ്പോൾ കസ്റ്റമർ കെയറിൽ ആരായിട്ട് സംസാരിച്ചാലും സെയിം ഇൻഫർമേഷൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആരായിട്ട് സംസാരിച്ചാൽ തീരുമാനിക്കണ്ട. അത് ഞാൻ തീരുമാനിച്ചോളൂ ആരായിട്ട് എങ്ങനെ സംസാരിക്കുന്നത്. ഓരോ കമ്പനിക്ക് ഓരോന്റെ മേലെ ആൾക്കാരുണ്ടാവും. അതെന്താ സംസാരിക്കുന്നത് നമുക്കറിയാം. ചേട്ടൻ ഇതിന്റെ മേലേക്കുള്ള എക്സിക്യൂട്ടീവിനെ ആക്കുക. അങ്ങനെ സാർ വെയിറ്റ് ചെയ്തോ സാർ, എപ്പോഴാണ് അവൈലബിൾ ആണ് അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യാം. കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, എത്ര സമയം അവൈലബിൾ ആയിരിക്കും നോക്കാം. മറ്റേ നമ്മളെ മനഃപൂർവ്വം ഹോൾഡ് ചെയ്യിപ്പിക്കും. ലൈക്ക് എൻ്റെ എക്സ്ട്രാ ഫോണിനോട് ഞാൻ ഹോൾഡ് ചെയ്ത് സംസാരിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. 2 മണിക്കൂറിന് മേലെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാർ ചെക്ക് ചെയ്തു സാർ, ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല. അവൈലബിൾ ആയിട്ട് ഞാൻ കിട്ടിയിരുന്നു കേട്ടോ. അവൻ കുറേ നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പൊക്കോ എന്നുള്ള രീതിക്ക് ഒരു ടോക്ക് വന്നു. ഞാൻ വെച്ചിട്ട് പോയില്ല. 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു, 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു, ഞാൻ വെച്ചിട്ട് പോയില്ല. അവൻ്റെ സീനിയർ എക്സിക്യൂട്ടീവിനെ കിട്ടിയിട്ട് ഞാൻ വെച്ചിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, സീനിയർ അവൈലബിൾ ആയിട്ടുണ്ട് സാർ, കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവൻ്റെ സീനിയർ എക്സിക്യൂട്ടീവ് വന്നു. അത് ഇതിലും വിവരമില്ലാത്തൊരു എക്സിക്യൂട്ടീവ്. ഒരു കസ്റ്റമറിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഒന്നും അറിയാത്തവന്മാർ. ഒരു കസ്റ്റമർ നിങ്ങളുടെ സിം എടുക്കാം. നിങ്ങൾ ഓൾറെഡി പല ആൾക്കാരും നമ്പർ സേവ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ അയാൾക്ക് ആരെ തരുന്ന മിസ്റ്റേക്കാം. അപ്പൊ നിങ്ങൾ പറയും പല ആളുകളും സേവ് ചെയ്തുകൊണ്ടാണോ താങ്കൾ പല ആൾക്കാരും സേവ് ചെയ്തുകൊണ്ടാണോ താങ്കൾ വേറെ ആൾ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? പിന്നെന്താ? വേറെ എന്തുകൊണ്ടാ ചേട്ടൻ പറഞ്ഞേ? അല്ല, താങ്കൾ പറയുന്നത് അതിൽ വിളിക്കുമ്പോൾ വേറെ എന്തോ കാണിക്കുന്നു, അതുകൊണ്ടായിരിക്കും അറ്റൻഡ്. അതെന്തുകൊണ്ടാ? പല ആൾക്കാരും ആ നമ്പർ അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടോ? മനസ്സിലായോ? ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. താങ്കൾ പുതിയ നമ്പർ എടുത്തിട്ട് അതുപോലെ തന്നെ സേവ് ചെയ്താലോ എന്ത് ചെയ്യാം? ആൾക്ക് പുതിയൊരു ഫ്രഷ് നമ്പർ എടുത്തു കരുതുക. താങ്കളെ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ ട്രൂ കോളിൽ അങ്ങനെ താങ്കളുടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പേര് സേവ് ചെയ്താലും അവർക്ക് അപ്പോഴും അങ്ങനെ തന്നെയല്ലേ കാണിക്കുകയുള്ളൂ. ചേട്ടൻ എക്സിക്യൂട്ടീവ് പോസ്റ്റ് അവിടെ എന്റെ പേരിലൊരു ഞാൻ സിം എടുത്ത അവരെന്താ സേവ് ചെയ്യുക? എന്റെ പേരാ സേവ് ചെയ്യുക. മനസ്സിലായി? പ്രവീൺ എന്ന് പറയുന്നത് എന്റെ പേരെ സേവ് ചെയ്യുക. അല്ലാതെ എന്റെ പേര് ഞാൻ ഒരു സിം എടുക്കുമ്പോൾ അവർ പോയിട്ട് കേരള പോലീസിന് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്റെ ആൾക്കാർക്ക് താല്പര്യം പോലെ സേവ് ചെയ്യാലോ സാർ. ഇത് ചേട്ടന്റെ പോസ്റ്റ് എന്താ ശരിക്കും? ചേട്ടന്റെ പോസ്റ്റ് എന്താ ശരിക്കും? ഫ്ലോർ മാനേജറാണ്. ഫ്ലോർ മാനേജർ. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവിടെ കിട്ടിയില്ല? ഒരാള് വിളിച്ച് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അങ്ങനെയാണ് പുതിയ ഞാൻ പറഞ്ഞു ട്രെയിനിങ് എടുത്ത് കയറിയിട്ട് എനിക്കറിയുന്നില്ല. എന്റെ സിം എടുത്ത ആൾക്കാർ തോന്നിയ പോലെ ടിവിയിൽ പറയാനല്ല നിങ്ങൾ കിട്ടിയില്ല. എനിക്ക് സിമ്മിൽ തന്നെ യൂസ് ചെയ്യുന്നത് പറയും അല്ലെ? ഇതിൽ എനിക്ക് വേറെ ഇതിൽ കസ്റ്റമർ കെയറിന്റെ ഭാഗത്ത് നമുക്ക് ഞാൻ വിളിച്ചെന്താ പേര് ഷിമിത്ത്. ഷിമിത്തിന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടാണോ ഞാൻ ചോദിക്കുന്നല്ലോ? ഞാൻ വോഡാഫോണിന്റെ എന്ത് ചെയ്യാൻ പറ്റും? വിയുടെ ഭാഗത്ത് ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല സാർ. നമുക്ക് വിയുടെ ഭാഗത്ത് ഒന്നും ചെയ്യാനില്ല. വിയുടെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും പുതിയതായിട്ട് വരുന്നൊരു കസ്റ്റമേഴ്സിന് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പലരും സേവ് ചെയ്ത് വെച്ചുള്ള നമ്പറുകളാണ് കൊടുക്കുക. ആണല്ലോ? ചിലപ്പോ സേവ് ചെയ്തിട്ട് നമുക്ക് അതിലൊന്നും സാധിക്കില്ല. കട്ടായി കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ സാർ. അല്ല, നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ? കൊടുക്കുന്നുണ്ട് സാർ. അതറിഞ്ഞാൽ ഒരു വർഷം ഒരാളൊരു സിം യൂസ് ചെയ്താൽ അയാളുടെ പേര് ഒരു 100 ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? ഒരു ക്രിമിനൽ കേസിൽ ആണെങ്കിൽ 100 ക്രിമിനൽ കേസ് സേവ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? അതിങ്ങനെ എഫക്ട് ഇല്ല നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയണോ? എഫക്ട് ഇല്ല നിങ്ങൾ പറയണോ? സോ ഈ സർവീസ് ഇതാണ്. വേറെ ക്രിമിനൽ കേസ് എന്തിന് പെട്ട നമ്പർ ആണെങ്കിലും കട്ട് ചെയ്ത് പുതിയ വന്നാൽ നിങ്ങൾ പുതിയ വരുന്ന കസ്റ്റമറുടെ തലയിൽ അത് വെക്കും. അത്രേ ഉള്ളൂ.
ഇതായിട്ട് മാർക്കറ്റിൽ വരും. ഞാൻ അത് പറഞ്ഞല്ലോ. നിങ്ങൾ ചെയ്യുന്ന സർവീസ് അതിന് മറ്റേ സാഹിത്യപരമായിട്ടൊന്നും നിങ്ങൾ പറയണ്ട, നിങ്ങൾ ചെയ്യുന്ന സർവീസ് അതല്ലേ? അതെ, മാർക്കറ്റിൽ വരും. ഞാൻ പറഞ്ഞല്ലോ എത്ര കസ്റ്റമർ 24 അതായത് കസ്റ്റമറിലോട് അല്ല, നമുക്ക് ഇതിലേക്കുള്ള താൾ കോൾ ബാക്ക് അറേഞ്ച് ചെയ്ത് ആൾക്ക് മറ്റുള്ള നമുക്ക് താങ്കളുടെ പ്രൊവൈഡ് ചെയ്യാനുള്ള മാക്സിമം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സാർ. ഇതിൽ കൂടുതൽ എനിക്ക് ഇതിൽ അറേഞ്ച് ചെയ്യാൻ കോൾ ബാക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വിളിച്ചതിന് നന്ദി. ലാസ്റ്റ് ഉമർക്ക് സംസാരിക്കാൻ പറ്റാതായിട്ട് ഇവർ തന്നെ കട്ട് ചെയ്ത് പോയി. സോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമറാണ്. എനിക്ക് അത്യാവശ്യത്തിനുള്ളിൽ കോളും റീചാർജ് ചെയ്യുന്ന ഒരാളാണ്. ഇതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങളുടെ നിന്ന് പോയിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ തന്നെ ഡൗൺഫോളിലേക്കുള്ള പോക്കാം. എൻ്റെ എയർടെലും ജിയോ ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ പുതിയൊരു സിം ട്രൈ ചെയ്തത്. എല്ലാവരും എന്നോട് പറഞ്ഞാൽ ഇത് എടുക്കണ്ട, പണിയാവും എന്നുള്ളത്. എന്നിട്ടും ഞാൻ എടുത്തു. അതിൽ ഞാൻ നന്നായിട്ട് കയറിക്കുന്നു. ലൈക്ക് നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് റെഡിയല്ല, നിങ്ങളുടെ സർവീസ് റെഡിയല്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ദയവ് ചെയ്തൊരു പ്രൊവൈഡർ ആണെന്നിട്ട് ഇരിക്കല്ലേ. ലൈക്ക് ഇത് നിങ്ങൾക്ക് വോഡഫോണിൻ്റെ ആരൊക്കെ മെൻഷൻ അടിക്കാൻ പറ്റുമോ? വോഡഫോൺ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ്, കേരളയുടെ എക്സിക്യൂട്ടീവ് ആരൊക്കെ മെൻഷൻ അടിക്കാൻ പറ്റുമോ അവരെല്ലാം മെൻഷൻ അടിക്കണം. അവരെല്ലാം അത് അറിയണം. ഇല്ലെങ്കിൽ നാളെ എല്ലാ കസ്റ്റമേഴ്സിനെയും അവർ ഇതുപോലെ പച്ചയ്ക്ക് പറ്റിക്കും.